ഹായ് നമസ്കാരം. അങ്ങനെ RCB GT വീട്ടിൽ കയറി പണിഞ്ഞിരിക്കുകയാണ്. നമ്മൾ പ്രിവ്യൂവിൽ എന്താണോ പറഞ്ഞത്, എന്താണോ ഭയപ്പെട്ടിരുന്നത്, അതൊക്കെ ശരിക്കും സംഭവിച്ചിരിക്കുകയാണ്. പവർ പ്ലേയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ RCB പറഞ്ഞ പോലെ തന്നെ പവർ പ്ലേയിൽ ചോക്ക് ചെയ്തു. അതുപോലെ തന്നെ ബാറ്റ് ചെയ്തപ്പോൾ GT നന്നായിട്ട് പവർ പ്ലേ ബാറ്റ് ചെയ്യുകയും ചെയ്തു. RCB സംബന്ധിച്ച് ഇതൊരു വലിയ തിരിച്ചടിയായിട്ട് കൂട്ടേണ്ട കാര്യമില്ല. കാരണം ഒന്ന് ടീം കോമ്പിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനുള്ളൊരു ഗുണപാഠം എന്നുള്ള രീതിയിൽ ഈ മാച്ച് കൂട്ടിയാൽ മതി. കാരണം ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും ടീമിൽ. ആ ഒരു മിഡിൽ ഓർഡറിലുള്ള ബാറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ സ്പിന്നിനെ കളിപ്പിക്കുക. ഇന്ന് എന്തുകൊണ്ട് സുരേഷ് ശർമ്മയോ അല്ലെങ്കിൽ സ്വപ്നിൽ സിംഗിനെ കളിപ്പിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം GTയുടെ ഒരു ബോളിംഗ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സായി കിഷോർ അവർക്ക് കൊണ്ടുവന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ മിഡിൽ ഓവേഴ്സിൽ, അത് RCB സംബന്ധിച്ച് അത് കൊണ്ടുവരാനായിട്ട് ഒരു ബോളർ ഇല്ലായിരുന്നു. കാരണം റസിഖ്ദാറിനെ കളിപ്പിച്ചിട്ട് റസിഖ്ദാർ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. ഒരു സ്പിന്നർ, ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ അവിടെ വേണം. ആകെ ഉള്ളത് സുരേഷ് ശർമ്മയാണ്. അപ്പോൾ സുരേഷ് ശർമ്മ കളിപ്പിച്ചില്ലെങ്കിലുള്ള അവസ്ഥ എന്താണ്? പിന്നെ ഓൾ ക്രെഡിറ്റ്സ് ടു GT. അത്ര സൂപ്പറായിട്ട് അവർ ഗെയിം പ്ലാൻ ചെയ്തിരുന്നു. അത് കോച്ച് നെഹ്റ ആയാലും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ആയാലും ആ ഒരു ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. കാരണം RCBയുടെ ഈ ഒരു ഹോം കണ്ടീഷനിലേക്ക് വരുമ്പോൾ അവരെല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആയിരുന്നു. ഓരോ ബാറ്റ്സ്മാൻമാരെ അവർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോളേഴ്സിന് കൃത്യമായ പ്ലാൻസ് ഉണ്ടായിരുന്നു. അവരത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ബാറ്റിങ്ങിലും അവർ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ശ്രമിച്ചില്ല. അവർ വേണ്ടത് എന്താണോ അത് കറക്റ്റായിട്ട് ചെയ്ത് അവർ മാച്ച് വിൻ ചെയ്ത് പോകാനുണ്ടായത്. അപ്പോൾ ക്രെഡിറ്റ് ഗോസ് ടു GT. അവർ അത്രയും നന്നായിട്ട് കളിച്ചതുകൊണ്ടാണ് RCB തീർച്ചയായിട്ടും കുറച്ച് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ടീം കോമ്പിനേഷൻ പ്രത്യേകിച്ചും റീവിസിറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണിത്. ഈ ടീം കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും സ്പിന്നേഴ്സ്, ഈ ഒരു സ്പിന്നറിനെ കളിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും RCB ചെയ്യേണ്ട കാര്യമാണ്. അത് ഏത് കണ്ടീഷനിലായാലും ഒരു സ്പിന്നർ, ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ മിഡിൽ ഓവേഴ്സിൽ വേണം. അത് ലിവിങ്സ്റ്റണും കൃണാൽ പാണ്ഡ്യ അല്ല. കാരണം കൃണാൽ പാണ്ഡ്യ നമ്മൾ കണ്ടു, കൃണാൽ പാണ്ഡ്യ ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളറല്ല. റൺസ് ഒരുപക്ഷെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമായിരിക്കും, ഇന്ന് എക്സ്പെൻസീവ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ലിവിങ്സ്റ്റൺ ആയാലും വല്ലപ്പോഴും വിക്കറ്റ് കിട്ടുമെന്നല്ലാതെ ഒരു സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറല്ല. അപ്പോൾ അതുള്ളത് RCBക്ക് ആകെ ഉള്ളത് സുരേഷ് ശർമ്മയാണ് അല്ലെങ്കിൽ സ്വപ്നിൽ സിംഗ് ആണ്. തീർച്ചയായിട്ടും അവരിൽ ഒരാളെ കളിപ്പിച്ചേ പറ്റൂ RCB. പിന്നെ ഇന്നത്തെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് സിറാജ് ഒരു രക്ഷയില്ല. പെർഫോമൻസ്. RCBയുടെ തട്ടകത്തിൽ വന്നിട്ട് RCBയുടെ പഴയ കുട്ടി തീയായിട്ട് പെർഫോം ചെയ്തു. ആ ഒരു RCBയുടെ നട്ടലൊടിച്ച് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് സിറാജാണ്. ആദ്യത്തെ ആ കുറേ വിക്കറ്റ്സ്, പ്രത്യേകിച്ചും സോൾട്ടിൻ്റെ വിക്കറ്റ്, അതുപോലെ തന്നെ പടിക്കലിൻ്റെ വിക്കറ്റ്, ആ ഇനിഷ്യലി ഉള്ള ആ ഒരു വിക്കറ്റ് വീണപ്പോൾ തന്നെ RCB ഡിഫെൻസീവായി. പിന്നീട് ഒരു പട്ടീദർ വന്നിട്ട് ഒരു ഫുൾ പൊട്ടൻഷ്യൽ കളിക്കാൻ പറ്റാവുന്ന തന്നെ ആ ഇനിഷ്യൽ വിക്കറ്റ്സ് പോയതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് ഇമ്പാക്ട്സ് അബൌട്ട് ഇഷാന്ത് ശർമ്മ കൂടെ വന്നിട്ട് സൂപ്പറായിട്ട് ബോൾ ചെയ്തു. പിന്നെ മിഡിൽ ഓവേഴ്സിൽ സായി കിഷോർ അടിപൊളിയായിട്ട് ബോൾ ചെയ്തു. പിന്നെ അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നം പറ്റി, കുറച്ച് ഫീൽഡിങ്ങിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റി. എന്നിട്ടും അവർ RCB ഒരു 170 ഒതുക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അവർ ആ ക്യാച്ചസ് എല്ലാം എടുത്തിരുന്നുണ്ടെങ്കിലുള്ള സ്ഥിതി ആലോചിച്ച് നോക്കി. അപ്പോൾ അത് കുറച്ചും കൂടെ പരിതാപകരമായി പോയാണ്. ഫീൽഡിങ്ങിൽ തീർച്ചയായിട്ടും GTക്ക് ഒരു മൈനസ് ഈ മാച്ചിൽ അവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ ഫീൽഡിംഗ് ആണ്. കുറേ ക്യാച്ചസ് മിസ് ചെയ്തു. വേറെ പെർഫോമൻസ് തീർച്ചയായിട്ടും ജോസ് ബട്ട്ലറിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു ചേസിങ് വളരെ ഈസി ആയിട്ട് തോന്നിപ്പിച്ചത് ജോസ് ബട്ട്ലറിൻ്റെ ബാറ്റിംഗ് കൊണ്ടാണ്. ആ ഒരു മിഡിൽ ഓവേഴ്സൊക്കെ ആയപ്പോഴത്തേക്ക് കറക്റ്റ് റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അടിച്ചുകൊണ്ടേയിരുന്നു. ആവശ്യമുള്ളപ്പോഴൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. അവസാനം വന്നിട്ടൊരു എന്തെങ്കിലും രീതിയിൽ RCBക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത ജോസ് ബട്ട്ലർ കൊടുത്തില്ല. അതുപോലെ തന്നെ റുദർഫോർഡ് വന്നിട്ട് പുള്ളി നന്നായിട്ട് ബാറ്റ് ചെയ്തു. അവർ ആ ഒരു ചാൻസേ ഇല്ലാതാക്കി കളഞ്ഞു ഒരു അവസാനത്തെ ടൈമിൽ. പിന്നെ RCBയുടെ മിഡിൽ ഓർഡറിൽ ജിതേഷ് ശർമ്മയും ലിവിങ്സ്റ്റോണും ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. പക്ഷേ അവർക്ക് ആ ഒരു ബിഗ് സ്കോറിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു പരാജയം സംഭവിച്ചത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ലിവിങ്സ്റ്റോൺ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ജിതേഷ് ശർമ്മ അത്യാവശ്യം കുഴപ്പമില്ലാതെ ബാറ്റ് ചെയ്തു വന്നു. അപ്പോഴാണ് സായി കിഷോറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആ വിക്കറ്റ്, ജിതേഷ് ശർമ്മയുടെ വിക്കറ്റ്, അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയുടെ ആ 2 ക്രൂഷ്യൽ വിക്കറ്റ്സ് അവിടെ എടുത്തതുകൊണ്ടാണ് RCBക്ക് അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റാതായി പോയത്. അതുകൊണ്ട് ആ ഒരു സ്പിന്നറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ ഈ മാച്ചിലും ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു. അതുപോലെ തന്നെ ആ ലാസ്റ്റ് ഓവറിൽ മാത്രമാണ് കുറച്ച് അടി കിട്ടിയിട്ട്, അത്ര അടി കിട്ടിയിട്ട് പോലും പുള്ളി 26 റൺ എന്തോ കൊടുത്തുള്ളൂ 4 ഓവറിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അതിന് മുമ്പുള്ള ഓവർ അത്രയും കണ്ടെയ്ൻ ചെയ്ത് പറഞ്ഞു. രണ്ട് ടീമിൻ്റെ ഒരു ഗെയിം ഫേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ RCB പവർ പ്ലേ കഴിഞ്ഞപ്പോൾ 38-3 ആയിരുന്നു. അതേസമയം ഗുജറാത്ത് 42-1. ആ ഒരു എക്സ്ട്രാ 2 വിക്കറ്റാണ് അവിടെ ക്രൂഷ്യലായത്. ആ വിക്കറ്റ് ഫോൾ കൊണ്ടാണ് പ്രഷറിലേക്ക് പോയത് RCB. അതേസമയം ഒരു 14 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്ക് RCB 103-ന് 5 വിക്കറ്റ് നഷ്ടപ്പെട്ടു. GT ആണെന്നുണ്ടെങ്കിൽ 122-ന് 2 വിക്കറ്റേ നഷ്ടപ്പെട്ടുള്ളൂ. വിക്കറ്റ് നഷ്ടപ്പെടാതിരുന്നുകൊണ്ട് തന്നെ അവർ മിഡിൽ ഫേസ് അധികം വലിയ പ്രഷർ എടുക്കാതെ തന്നെ നന്നായിട്ട് സ്കോർ ചെയ്ത് പോകാനായിട്ട് GTക്ക് പറ്റി. അതുപോലെ തന്നെ 17.5 ഓവറിൽ തന്നെ GTക്ക് ഫിനിഷ് ചെയ്യാനും പറ്റി. അവസാനം വന്നിട്ട് ആക്സിലറേറ്റ് ചെയ്തിട്ട് GT ബാറ്റ് ചെയ്തപ്പോൾ അവരവരുടെ പവർ പ്ലേ വളരെ സൂക്ഷിച്ച് നല്ല വൃത്തിയായിട്ടാണ് കളിച്ചു. ഒരു വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. അധികം റിസ്ക് ഒന്നും എടുക്കാതെ പവർ പ്ലേ കംപ്ലീറ്റ് ചെയ്തു. അതിന് സായി സുദർശൻ അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹേസൽവുഡിനെയൊക്കെ സ്റ്റെപ്പ്
സപ്പോർട്ട് ചെയ്തിട്ട് ബൗണ്ടറീസ് കണ്ടെത്തി കുറച്ചൊക്കെ റൺസും കണ്ടെത്തി എങ്കിൽ അധികം റിസ്ക് എടുത്തതുമില്ല. അപ്പോൾ RCBക്ക് എന്നും തലവേദനയായിട്ടുള്ള ഹോം മാച്ചസ് ഈ വർഷവും തലവേദനയായിട്ട് തുടക്കം തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും മുന്നോട്ട് ഇതൊരു ജഡ്ജ് ചെയ്യാനുള്ള ഒരു സംഭവമൊന്നുമല്ല. അപ്പോൾ ഒരു മാച്ച് ഇപ്പോൾ എല്ലാ വലിയ ടീമുകളും ഒരു മാച്ച്, ഇപ്പോൾ ചെന്നൈ ആയാലും മുംബൈ ആയാലും എല്ലാ ടീമുകളും രണ്ട് മാച്ച് ഒരു മാച്ച് വെച്ച് തോറ്റിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആകെ തോൽക്കാതിരിക്കുന്നത് പഞ്ചാബും DC മാത്രമേ ഉള്ളൂ. അവർ മൂന്നാമത്തെ മാച്ച് കളിക്കാൻ വന്നേ ഉള്ളൂ. അപ്പോൾ അതിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തോൽവി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രശ്നമായിട്ടൊന്നുമല്ല. പക്ഷേ എങ്കിലും സ്പിന്നറിനെ കളിപ്പിച്ചില്ല എന്നുള്ളതും പിന്നെ ഒരു ഹോം കണ്ടീഷൻസ് അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും വർഷങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു കൺസേൺ ഉണ്ടെന്നേ ഉള്ളൂ. ബട്ട് ഈ ടീമിൻ്റെ ഒരു സ്ട്രെങ്തും ഈ ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ഒരു ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 മാച്ചിൽ കണ്ടതാണ്. ഡെഫിനറ്റ്ലി RCB വിൽ ബൗൺസ് ബാക്ക്, അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. GTക്ക് പൂർണ്ണമായിട്ട് ഈ മാച്ചിൽ നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാം. കാരണം അവർ ബെറ്റർ ക്രിക്കറ്റ് കളിച്ചു, ഔട്ട് പ്ലേഡ് RCB എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെയാണ് GT vs RCB മാച്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, RCBക്ക് വേണ്ട തിരുത്തലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഭിപ്രായങ്ങളുടെ എതിർ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ.